എല്ലാവർക്കും നമസ്കാരം. ധ്വനി കലാലയത്തിൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെറുതായിട്ട് വിചാരിക്കുന്ന കാര്യങ്ങൾ അത് വളരെ ചെറുതാണല്ലോ, അതിന് വലിയ കാര്യമില്ലല്ലോ എന്ന് അങ്ങനെ വിചാരിക്കുന്ന കാര്യങ്ങൾ വലിയൊരു പ്രാധാന്യം ഉള്ള കാര്യങ്ങളാവും. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചിട്ടാണ് പറയാൻ വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാനും ശ്രമിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ സ്പൂണ് കൈ കൊണ്ട് പിടിക്കാറുണ്ട്, വടി കൈ കൊണ്ട് പിടിക്കാറുണ്ട്, നമ്മൾ വണ്ടി ഓടിക്കാറുണ്ട്, ബൈക്ക് ഓടിക്കാറുണ്ട്. ഇതൊക്കെ പിടിക്കുന്ന പല രീതിയിൽ. അതിൽ നിന്ന് വ്യത്യാസമായിട്ടാണ് നമ്മൾ ഇടയ്ക്കക്കോല് അല്ലെങ്കിൽ കയ്യത്ത അതിന് മുട്ടി പിടിക്കുന്നത്. അതിനൊരു രീതിയുണ്ട്. പക്ഷേ എന്നാൽ വലിയൊരു രീതിയാണോ, അതിനായിട്ട് വേറൊരു പിടുത്തമുണ്ടോ എന്നല്ലേ. അപ്പോൾ അതെങ്ങനെ പിടിക്കാം? നമ്മൾ ഇടയ്ക്ക് പഠിച്ചു തുടങ്ങുന്നത് കയ്യത്തയിലൂടെയാണ് അല്ലേ? അപ്പോൾ കയ്യത്തയിൽ പിടിക്കാനുള്ളത് മുട്ടിയാണ്. ഈ മുട്ടി എങ്ങനെയാണ് പിടിക്കേണ്ടത്, ഇടയ്ക്ക് കോലിൽ എങ്ങനെയാണ് പിടിക്കേണ്ടത്, ഇത് രണ്ടും നമുക്ക് നോക്കാം. മുട്ടി പിടിക്കുന്ന രീതി, മുട്ടി പിടിക്കേണ്ട രീതി എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ല. പക്ഷെ എന്നാൽ അത് പിടിക്കേണ്ട രീതികളുണ്ട്. അതങ്ങനെ തന്നെ പിടിച്ച് നമ്മൾ സാധകം ചെയ്താൽ, പ്രാക്ടീസ് ചെയ്താലാണ് നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഫലം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ മുട്ടി പിടിക്കേണ്ട രീതി, സാധാരണ എല്ലാവരും ഇങ്ങനെയാണ് മുട്ടി പിടിക്കുക. പക്ഷെ മുട്ടി പിടിക്കേണ്ടത് അതിന് ഏകദേശം ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. ഈ രണ്ട് വിരലിലാണ് ഈ മുട്ടിയുടെ കൺട്രോള് മൊത്തം വരേണ്ടത്. ഇടയ്ക്ക് കോലിലാണെങ്കിലും മുട്ടിയിലാണെങ്കിലും ഇതിൻ്റെ കൺട്രോള് കറക്റ്റായിട്ട് വരേണ്ടത് ഈ രണ്ട് വിരലിൻ്റെ ഇടയിൽ, അതായത് ഈ തള്ളവിരലിൻ്റെ ഇവിടെയും ഈ ചൂണ്ടുവിരലിൻ്റെ ഈ ഭാഗത്തുമാണ് ഇതിൻ്റെ പിടുത്തം വരേണ്ടത്. കണ്ടു? ഇങ്ങനെയാണ് വരേണ്ടത്. ബാക്കി മൂന്ന് വിരൽ സപ്പോർട്ടിനാണ്. ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. മനസ്സിലായോ? എന്നാൽ 3 വിരൽ വേണ്ടേ എന്നും ചോദിക്കാം. 3 വിരൽ വേണം. പക്ഷെ 3 വിരൽ അമർത്തി പിടിച്ചാൽ, ഈ 3 വിരലാണ് അമർത്തി പിടിക്കുന്നത് എന്ന് വിചാരിക്കാം. ഈ 2 വിരൽ അമർത്തി പിടിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും എല്ലാവരും ആദ്യം ഇത് അമർത്തി പിടിച്ചിട്ട് ഈ 3 വിരലിലേക്കാണ് പോവുക. ഞാൻ പഠിച്ചു തുടങ്ങുമ്പോൾ എനിക്കും ഈ വക കുഴപ്പങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഇത് ആദ്യം കയറി വരാം. ഈ ആദ്യം കയറി വരുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകാൻ കുറച്ച് താമസം ഉണ്ടാവും. അപ്പോൾ ആദ്യം കൈ ഇതിങ്ങനെ പിടിച്ചു നോക്കുക. ഇതിങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ വരാൻ പാടില്ല. ഇതവിടെ നെട്ടിട്ട പോലെ ഇരിക്കണം. മനസ്സിലായോ? ഇത് എങ്ങോട്ട് വലിച്ചാലും ഇത് വരാൻ പാടില്ല. ഈ ഒരു ബലമാണ് നമുക്ക് കൊട്ടുമ്പോൾ ആവശ്യം. കൊട്ടുന്ന സമയത്ത് നമ്മളിത് എങ്ങനെയാണ് പിടിക്കുക. എന്നാൽ ഈ 3 വിരൽ ആവശ്യമില്ല എന്ന് പറഞ്ഞു ഞാൻ നേരത്തെ. എന്നാൽ 3 വിരൽ ഇങ്ങനെ തുറന്നു പിടിക്കുക, അതൊരു ഭംഗിയില്ലായ്മയാവും. അപ്പോൾ ഭംഗി നമ്മൾ ചെയ്യുന്ന കാര്യത്തിനല്ല, ഒരു ഭംഗി ആവശ്യമുണ്ട്, വേണ്ടേ? അപ്പോൾ അത് ഇങ്ങനെയാണ് പിടിക്കുക. കറക്റ്റായിട്ട് നോക്കാം. ഇതിങ്ങനെയാണ് പിടിക്കുക. ചിലവർ ഇങ്ങനെ പിടിക്കുന്നവരുണ്ടാവും, ചിലവർ ഇങ്ങനെ പിടിക്കുന്നവരുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ശരിക്കുള്ള ഒരു പിടുത്തം ഇങ്ങനെയാണ്. പലർക്കും പല വയങ്ങളുണ്ടാവും. കൊട്ടിയിട്ട് തന്നെ ചിലവർ ശരിയായ ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ളവർ അത് മാറ്റാൻ ശ്രമിക്കേണ്ട. അതങ്ങനെ തന്നെ തുടർന്ന് പോട്ടെ. പക്ഷേ തുടക്കക്കാർക്ക് ഏറ്റവും നല്ലത് ഈ ഒരു പിടുത്തമാണ്. അല്ലാത്ത രീതിയിൽ ഒന്നും പിടിക്കരുത്. ഇങ്ങനെ പിടിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ 3 വിരൽ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് കൈ മറയലല്ല, ഒരിക്കലും കൈ വെട്ടലാണ്. അതായത് കൈ ഇങ്ങനെ വെട്ടിക്കുക. ഈ 2 വിരൽ അമർത്തി പിടിക്കുമ്പോഴാണ് അത് കൈ ഇങ്ങനെ മറഞ്ഞു വരുള്ളൂ. ബാക്കി ഈ 3 വിരൽ പിടുത്തം പോയി കഴിഞ്ഞാൽ ഈ മുട്ടി ഇങ്ങോട്ട് കയറി വരും. ഈ മുട്ടി നിൽക്കേണ്ടത് ഇവിടെയാണ് നിൽക്കേണ്ടത്. മുട്ടി ഒരിക്കലും ഇങ്ങോട്ട് കയറി വരരുത്. ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഇങ്ങനെ വെട്ടിക്കൽ മാത്രമാവും. കൈ ഒരിക്കലും മറിയില്ല, വെട്ടിക്കൽ മാത്രമാവും. ഇങ്ങനെ വെട്ടിക്കുന്ന സമയത്ത് ഇടയ്ക്കയിൽ നമ്മൾ കൊട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, കയ്യത്തേലും അതിൻ്റെ ശബ്ദത്തിന് മാറ്റം ഉണ്ടാവും. ഇങ്ങനെ പിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ
കയ്യത്ത കൊണ്ടാണ് കൊട്ടുന്നതെങ്കിലും നമ്മൾ കൊട്ടുന്ന ആ ഒരു ശബ്ദത്തിന് തന്നെ നല്ല മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സാധ്യത എന്നല്ല, മാറ്റങ്ങൾ വന്നിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇടയ്ക്കകോല് പിടിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇടയ്ക്കകോല് എടുത്തിട്ട് നമുക്കത് നോക്കാം. ഇടയ്ക്കകോല് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ കോല് പിടിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുട്ടി എങ്ങനെയാണോ പിടിച്ചിരിക്കുന്നത് അതേപോലെ തന്നെയാണ് പിടിക്കേണ്ടത്. കയ്യത്തേൽ കൊട്ടി പരിചയം ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഇടയ്ക്കകോലിൽ നമുക്ക് ഒരു ഇടയ്ക്ക എടുത്ത് നമുക്ക് പെട്ടെന്ന് ഇടയ്ക്കകോല് കൊണ്ട് നമുക്ക് കയ്യത്തേൽ കൊട്ടുന്ന പോലെ ഒരിക്കലും ആദ്യം കൊട്ടാൻ പറ്റില്ല. അതെല്ലാവരും ആദ്യം മനസ്സിലാക്കണം. ഇടയ്ക്കയിൽ കൊട്ടണം എന്നുണ്ടെങ്കിൽ ഇടയ്ക്കയിൽ കൊട്ടി പരിചയം ഇടയ്ക്കയിൽ വന്നാൽ തന്നെ നമുക്ക് അതൊന്ന് ശരിക്കുള്ള ശബ്ദങ്ങൾ നമുക്കത് അനുഭവിക്കാൻ കഴിയുള്ളൂ കൊട്ടുന്ന സമയത്ത്. കയ്യത്തേൽ നമുക്ക് എങ്ങനെ കൊട്ടിയാലും ഒരേ ശബ്ദം തന്നെ വരിക ആണല്ലോ അല്ലേ. ഇടയ്ക്കയിൽ അങ്ങനെയല്ല. ഇടയ്ക്കയിൽ തൊട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ശബ്ദം വരും. ആ ശബ്ദത്തെ കൺട്രോൾ ചെയ്യലാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇടയ്ക്ക കൊട്ടുന്ന ആൾക്കാർ ഇടയ്ക്ക് നന്നായിട്ട് കൊട്ടിക്കൊണ്ടേയിരിക്കുക, എന്നാൽ തന്നെ നമുക്ക് ആ ഇടയ്ക്ക് പരിചയപ്പെടാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ ഇടയ്ക്ക കോല് പിടിക്കേണ്ട രീതി ഇതാ, ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. ഇത് കറക്റ്റായിട്ട്, ഈ വളവ് കറക്റ്റായിട്ട് ഇങ്ങനെ വരണം. ഒരിക്കലും ഇങ്ങോട്ട് തിരിഞ്ഞു വരരുത്. ഈ പിടുത്തത്തിൽ കറക്റ്റായിട്ട് കോല്, ഇടയ്ക്ക കോല് ഇതാ പിടിക്കേണ്ടത് ഇങ്ങനെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഞെട്ടിട്ട പോലെ തന്നെ. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ല. നമ്മൾ ഒരിക്കലും ബലം പിടിച്ചിട്ട് കയ്യത്തേലാണെങ്കിലും ഇടയ്ക്കയിലാണെങ്കിലും കൊട്ടരുത്. ബലം പിടിക്കരുത്. ബലം പിടിക്കാതെ കൈ അയഞ്ഞു വരണം. അതായത് ഇവിടുന്ന് മുതലേ തന്നെ ബലം പിടിച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പിടുത്തം ഒന്നും കിട്ടില്ല. ഈ പിടുത്തത്തിലേക്കാണ് കൂടുതലും പോവുക. അപ്പോൾ ഇവിടെ അയക്കുക, ഇവിടെ അയക്കുക, ഇവിടെ അയക്കുക. ആവശ്യം നമ്മുടെ ഈ കയ്യിലുള്ള ആരോഗ്യം മൊത്തം ഇവിടെ വന്നിട്ട് ഈ കോലിൻ്റെ അറ്റത്തേക്ക് വരണം. കയ്യത്തേലാണെങ്കിലും മുട്ടിയുടെ അറ്റത്തേക്ക് വരണം. എന്നാലേ നമുക്കത് പ്രയോഗിക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഒരിക്കലും സ്റ്റക്ക് ചെയ്യരുത്. ഫ്രീ ആയിട്ട് കൊട്ടുക. അപ്പോൾ പ്രാക്ടീസ് തുടർന്ന് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഈ കോല് പിടുത്തം ഇങ്ങനെയാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതാണ് കോല് പിടിക്കേണ്ട രീതി. ഇങ്ങനെയാണ് കോല് പിടിക്കേണ്ട രീതി, ഇങ്ങനെയാണ്. അപ്പോൾ അത് വൃത്തിയായിട്ട് പിടിക്കുക. വേറൊരു സംശയം പെട്ടെന്ന് വരാം. മുട്ടിയിൽ കയ്യത്തേൽ കൊട്ടുന്ന ഒരു ഫോഴ്സ് നമ്മൾ ഇടയ്ക്കയിൽ ചെയ്യണോ, ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ തുടർന്നും വരാം. അപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്ന കാര്യം, എനിക്കറിയാവുന്ന കാര്യം, നമ്മൾ കയ്യത്തേൽ കൊട്ടുന്നത് ആ കൈ ഒന്ന് മറഞ്ഞ് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കയ്യത്ത ഉപയോഗിക്കുന്നത്. കയ്യത്ത ഉപയോഗിച്ച് നമുക്ക് ആ മുട്ടിയും കൈയും തമ്മിലുള്ള ഒരു കൺട്രോള് നമുക്ക് വന്നതിന് ശേഷമാണ് നമ്മൾ ഇടയ്ക്കയിലേക്ക് മാറുക. അപ്പോൾ ഇടയ്ക്കയിലേക്ക് മാറുമ്പോൾ നമ്മൾ പൊതുവേ ഇടയ്ക്കയിൽ കൊട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒന്ന് പേടിച്ചിട്ടാണ് കൊട്ടി നോക്കുക. എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും. അമർത്തി കൊട്ടാൻ നമുക്ക് തോന്നില്ല. അപ്പോൾ അമർത്തി കൊട്ടണോ കൊട്ടണ്ടേ, ഈ കയ്യത്തേൽ കൊടുക്കുന്ന ഫോഴ്സ് ഇടയ്ക്കയിൽ കൊടുക്കണോ വേണ്ടേ എന്നാണ് ആദ്യം ഉണ്ടാവുക സംശയം. കയ്യത്തേൽ കൊടുക്കുന്ന മൊത്തം ഫോഴ്സ് അതിലേക്ക് കൊടുക്കണം എന്നില്ല. അതായത് നമുക്ക് കയ്യത്തേൽ കൊട്ടിയിട്ട് നമ്മുടെ കൈ ഒന്ന് മറിഞ്ഞ് വന്ന് അത് കൺട്രോളായി വന്നു. കയ്യത്തേൽ ഇടയ്ക്കയിൽ വരുന്ന സമയത്ത് ഇടയ്ക്കയിൽ തന്നെ കൊട്ടി കൺട്രോൾ ആക്കണം. കൈ ചെറിയ കോലാവും, മുട്ടിയായിരിക്കില്ല. ഇടയ്ക്കയിൽ കൊട്ടുന്ന സമയത്ത് അത് കൺട്രോൾ ചെയ്തിട്ട് തന്നെ കൊട്ടണം. അപ്പോൾ നമുക്ക് ഇടയ്ക്കയിൽ കൊട്ടുന്ന സമയത്ത് തന്നെ നമുക്കറിയാം അതിനെത്ര ഫോഴ്സ് കൊടുക്കണ്ട എന്ന്. മിനിമം ഒരു ഫോഴ്സ് നമ്മൾ അതിൽ കൊടുക്കണം. എന്നാൽ തന്നെയാണ് ആ തോലായിട്ടുള്ള ബന്ധം കോലിലും നമുക്കും ഉണ്ടാവുള്ളൂ. അപ്പോൾ പരമാവധി ഫോഴ്സ് കൊടുത്തിട്ട് ഈ വളവുള്ള ഭാഗം കറക്റ്റായിട്ട് വട്ടത്തിൽ തട്ടുന്ന വിധം, കുറ്റിയിൽ തട്ടാതെ വട്ടത്തിൽ നേരെ നടുവിൽ തട്ടുന്ന വിധം കൊട്ടാൻ ശ്രമിക്കുക. ഒരിക്കലും കോല് പിടിക്കുന്ന സമയത്ത് ഒരിക്കലും തിരിഞ്ഞ് പോയി കൊട്ടരുത്. തിരിഞ്ഞു പോയി കൊട്ടുന്ന സമയത്ത് വട്ടത്തിന് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് കോല് ഇങ്ങനെ തന്നെ പിടിച്ച് പരമാവധി കൊട്ടാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റക്കാവുന്ന കാര്യം. സ്റ്റക്കാവുന്നത് പരമാവധി അത് റിലീസ് ചെയ്യുക, എന്നിട്ട് പരമാവധി കൊട്ടാൻ ശ്രമിക്കുക. കയ്യത്ത ഉപയോഗിക്കുന്ന പോലെയല്ല ഇടയ്ക്ക കോല് കൊണ്ട് കൊട്ടുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ആയാൽ തന്നെ നമുക്കത്
അതിലെ ഇടയ്ക്കയിൽ പെരുമാറാൻ പറ്റുള്ളൂ. അപ്പോൾ പരമാവധി അതിന് ശ്രമിക്കുക. പിന്നെ കോലിൻ്റെ ആകൃതിയാണ്. പരമാവധി ഈ ഒരു വളവുള്ള കോല് എല്ലാവരും ഉപയോഗിക്കാൻ ശ്രമിക്കുക. വല്ലാണ്ട് കനമുള്ള കോലുകൾ ഉപയോഗിക്കാതിരിക്കുക. അതായത് നമ്മൾ വാങ്ങിക്കുന്ന കോലുകൾ നല്ല കനമുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ കനം വയം എങ്ങനെയാണ് നോക്കിയിട്ട് അത് പരമാവധി സാൻഡ് പേപ്പർ, കുപ്പിച്ചില്ലൊക്കെ ഇട്ടിട്ടാണ് ഇത് ഉഴിഞ്ഞ് വൃത്തിയാക്കുക. അപ്പോൾ പരമാവധി അവനവന് ആവശ്യത്തിനുള്ള ഒരു വെയിറ്റ് ഉണ്ടാവണം കോലിന്, എന്നാൽ വെയിറ്റ് കൂടാനും പാടില്ല. അപ്പോൾ അതങ്ങനെ ചെയ്യുക. വട്ടത്തിന് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം കുത്തുന്ന സമയത്ത്. അപ്പോൾ പരമാവധി ഈ ഭാഗം വൃത്തിയായിട്ട് എപ്പോഴും വെക്കണം. ഇതിൽ ഈ ഭാഗത്തൊക്കെ ചിന്നൽ, അതായത് പൊട്ടി ഇങ്ങനെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് കൂടുതലൊന്ന് ശ്രദ്ധിക്കുക. ഇത്രയൊക്കെയാണ് ഈ കോല് പിടിക്കുന്നതായിട്ടും കോലിനെ പറ്റിയും കൂടുതൽ പറയാനുള്ളത്. എനിക്കൊരു കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. എന്നെ ഓൺലൈൻ ക്ലാസ്സിന് കോണ്ടാക്ട് ചെയ്യുന്നവർ കുറേ പേരുണ്ട്. ഓൺലൈൻ ക്ലാസ് എടുക്കുമോ, അപ്പോൾ എനിക്ക് വയസ്സ് ഇത്രയാണ്, അപ്പോൾ ഈ സമയത്ത് എനിക്ക് പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ വയസ്സല്ല കാര്യം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അതൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രായമുള്ളവർക്കും പ്രായമില്ലാത്തവർക്കും സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് ഇടയ്ക്ക. പക്ഷേ നിത്യമായിട്ടുള്ള പ്രാക്ടീസ് ഇതിന് വളരെ പ്രധാനമാണ്. നമ്മൾ കുറേ നേരം ചെയ്യുന്നു എന്നല്ല അതിനർത്ഥം. കുറച്ച് നേരം നമ്മളതിനെ ആ ഇടയ്ക്ക് നമ്മൾ കുറച്ച് ഉപയോഗിക്കണം, അല്ലെങ്കിൽ കയ്യത്തെ ഉപയോഗിക്കണം. എന്നാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ചാനലിലുള്ള പ്ലേലിസ്റ്റിലുള്ള വീഡിയോസ് ഇങ്ങനെ സാധകം ചെയ്യുന്നവർക്കും കണ്ട് മനസ്സിലാക്കി അത് പ്രാക്ടീസ് ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെല്ലാം കണ്ട് നിങ്ങളത് പ്രയോജനപ്പെടുത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ വലിയ കാര്യങ്ങളാണ്.